രാത്രി താണ്ടില്ല ഇറാൻ പരമോന്നത നേതാവെന്ന് ഇസ്രയേൽ കൊലവിളി. ഖമനേയിക്ക് ചാവുമണിയടിച്ച് ഇറാനിൽ അരിച്ചു പെറുക്കുകയാണ് ജൂതപ്പട. ഗൾഫിൽ കൈവച്ച് അമേരിക്കൻ കേന്ദ്രങ്ങളിൽ തീതുപ്പിയ ഇറാനെ ഭൂപടത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ കട്ടായം ഉത്തരവിട്ട് ഡൊണാൾഡ് ട്രംപും. യുദ്ധം പശ്ചിമേഷ്യ കത്തിച്ച് ഗൾഫിൽ ആളിപ്പടരുമ്പോൾ നടുങ്ങി വിറച്ച് ലോകം. ടെഹ്റാനിൽ തീമഴ പെയ്യിച്ച ജൂതപ്പട ഇറാൻ സൈന്യത്തെ വിറപ്പിച്ചു. മിസൈൽ കോട്ടകൾ തുറന്ന് വജ്രായുധങ്ങൾ പുറത്തെടുത്ത IRGC ടെല്ലവീവിൽ തുരുതുര തീതുപ്പി. എന്നാൽ ഇപ്പോൾ ഇറാനെ മുച്ചൂടും കത്തിക്കാൻ അമേരിക്ക നേരിട്ട് കളത്തിലേക്ക് എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഗൾഫ് രാജ്യങ്ങൾ ആക്രമിച്ച ഇറാൻ നടപടിയിൽ കൊലവെറിയിലാണ് ഡൊണാൾഡ് ട്രംപ്. 5 അറബ് രാജ്യങ്ങളിൽ കൈവച്ച ഇറാന് പിഴച്ചു. 128 അമേരിക്കൻ സൈനിക താവളങ്ങൾ, ഇവിടങ്ങളിൽ 10,000 വരുന്ന US സൈനികർ. ഇതെല്ലാം ലക്ഷ്യം വെച്ചാണ് ഗൾഫിലേക്ക് ഇറാൻ അടി തുടങ്ങി വെച്ചത്. എന്നാൽ ഖമനേയിക്ക് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പിഴച്ചു എന്ന് വേണം പറയാൻ. അറബ് രാജ്യങ്ങൾ സമ്മർദ്ദം തുടങ്ങിയിട്ടും അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. മറിച്ച് ഇറാനെ അടിച്ച് പിളർത്താൻ ഉത്തരവിട്ടിരിക്കുന്നത്. UAE, ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത്, ജോർദാൻ എന്നീ 5 അറബ് രാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേൽ ഇറാൻ നടത്തിയ കടന്നുകയറ്റത്തെ സൗദി അറേബ്യ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും രാജ്യങ്ങളുടെ പരമാധികാരത്തിന്റെയും മേലുള്ള ഇത്തരം നഗ്നമായ ലംഘനങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സൗദി മുന്നറിയിപ്പ് നൽകി. ഇത് സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം ശനിയാഴ്ച ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി. ഇറാന്റെ ആക്രമണത്തെ നേരിടാൻ ഈ 5 സഹോദര രാജ്യങ്ങൾക്കും സൗദി അറേബ്യ പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സുരക്ഷാ നടപടികൾക്കായി സൗദിയുടെ എല്ലാവിധ കഴിവുകളും സജ്ജമാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഇറാനിൽ അതിശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടെഹ്റാൻ പൂർണ്ണമായും തകർന്നു എന്ന് വേണം പറയാൻ. അതായത് എല്ലാ മേഖലകളിലേക്കും, ടെഹ്റാനിലെ എല്ലാ കേന്ദ്രങ്ങളിലേക്കും ഇസ്രയേൽ മിസൈലുകൾ സംഹാര താണ്ഡവം നടത്തുകയായിരുന്നു. ഇപ്പോൾ ടെഹ്റാനിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇറാൻ ഭരണകൂടം നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ജനങ്ങൾ എങ്ങോട്ടേക്ക് പോകും? അതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം. ഇത് ഇറാൻ ഭരണകൂടത്തിന്റെ പിടിപ്പുകേടാണെന്നും ജനങ്ങളെ കൊലയ്ക്ക് കൊടുത്തിട്ട് ആയത്തുള്ള അലി ഖമനേയി സ്വന്തം തടി തപ്പി രക്ഷപ്പെട്ടു എന്നുള്ള വിമർശനം ടെഹ്റാനിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വഴിക്കൂടെ ഇസ്രയേൽ തുരുതുര അടികൊടുക്കുന്നു, മറ്റൊരു വഴിക്കൂടെ ജനങ്ങളുടെ പ്രതിഷേധത്തെ തടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കും ഇറാൻ എത്തിയിരിക്കുകയാണ്. ഇറാനിലെ ആക്രമണങ്ങളുടെ ആദ്യ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രയേൽ. മിസൈൽ ലോഞ്ചറുകൾ ഉൾപ്പെടെയുള്ള സൈനിക ലക്ഷ്യങ്ങൾ തകർക്കുന്നതിന്റെ വീഡിയോ ഇസ്രയേൽ വ്യോമസേന എക്സിൽ പോസ്റ്റ് ചെയ്തു. ഇറാനിലെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള 100 കണക്കിന് ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമിച്ചതായി വീഡിയോയോടൊപ്പം ഇസ്രയേലി വ്യോമസേന അവകാശപ്പെട്ടു. ഇറാനിൽ വ്യോമസേന നടത്തുന്ന ആക്രമണങ്ങൾക്ക് സമാന്തരമായി ഇസ്രയേലിലെ പ്രദേശങ്ങളിലേക്ക് ഇറാനിൽ നിന്നുള്ള ഭീഷണികൾ തടയുന്നതിനായി വ്യോമ പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുന്നതായും വ്യോമസേന അറിയിച്ചു. മാസങ്ങളോളം ഭീഷണി മുഴക്കിയതിനു ശേഷം ശനിയാഴ്ചയാണ് ഇസ്രയേലും അമേരിക്കയും ഇറാനെതിരെ ആക്രമണം നടത്തിയത്. ടെഹ്റാൻ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിലെ ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്തെറിഞ്ഞിട്ടുണ്ട്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുമായി ബന്ധപ്പെട്ട പ്രധാന ഇടങ്ങൾക്ക് സമീപമുള്ള എല്ലാ കേന്ദ്രങ്ങളിലും ആക്രമണം അതിശക്തമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിലെ തെക്കൻ ഹോർമോസ്ഗാൻ പ്രവിശ്യയിലെ മിനാബിലുള്ള പെൺകുട്ടികളുടെ സ്കൂളിന് നേരെ ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 60ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഏകദേശം ഇതിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് കുട്ടികളാണ്. 51 കുട്ടികളോളം മരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഇത് ഇസ്രയേലിന്റെ കാടത്തമാണ്. ഇറാൻ ഭരണകൂടത്തിന് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തുന്നത്. സൈനിക കേന്ദ്രങ്ങൾക്കും മിസൈൽ കേന്ദ്രങ്ങൾക്കും ആണവ കേന്ദ്രങ്ങൾക്കും നേരെയൊക്കെ ആക്രമണം നടത്താം. എന്നാൽ ജനവാസ മേഖലകളിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തുകയാണ്. ഇതിനെതിരെ ലോകം ഇപ്പോൾ പ്രതിഷേധിച്ച് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ ഒരു താവളം മിനാബിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്നും എന്നാൽ അത് പിഴച്ച് കുട്ടികളുടെ സ്കൂളിന് നേരെ വീഴുകയായിരുന്നു എന്നുള്ള ഒരു വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇസ്രയേലിന്റെ ഈ നടപടിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരിക്കുകയാണ്. 51 സ്കൂൾ കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്ന് ഇറാന്റെ ഔദ്യോഗിക ന്യൂസ് ഏജൻസിയായ ഇർനയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സ്കൂളിൽ മിസൈൽ പതിച്ചത് ലോകത്തെ ആകെ ഇപ്പോൾ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഹോർമോസ്ഗൻ എന്ന സ്ഥലത്തുള്ള പെൺകുട്ടികൾക്കായുള്ള
എലമെന്ററി പ്രൈമറി സ്കൂളാണ് ആക്രമിക്കപ്പെട്ടത്. മരിച്ചവരെല്ലാം ചെറിയ പെൺകുട്ടികളാണ് എന്നുള്ളതും ലോകത്തെ നടുക്കിയിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്ത ആക്രമണത്തിൽ തകർന്ന സ്കൂളിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പെൺകുട്ടികളുടെ ശരീരങ്ങൾ ചിതറിത്തെറിച്ച നിലയിലുള്ള ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതോടെയാണ് ഇസ്രയേലിന് നേരെ വലിയ വിമർശനങ്ങളും ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. കൊടും ക്രൂരതയാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയതെന്ന് ഇറാൻ വിമർശിച്ചു. അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തു. അമേരിക്കൻ ഇസ്രയേൽ കൊടും ക്രൂരതയ്ക്കെതിരെ ലോകം പ്രതികരിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയടക്കം വിഷയത്തിൽ ഇടപെടണമെന്നും ഇറാൻ ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണങ്ങൾ ക്രൂരമാണെന്നും എന്നാൽ ശത്രുക്കൾക്ക് മുന്നിൽ തലകുനിക്കില്ല എന്നും ഇറാൻ വ്യക്തമാക്കി. യുദ്ധം ഒഴിവാക്കാൻ തങ്ങൾ എല്ലാ ശ്രമങ്ങളും നടത്തിയെന്നും എന്നാൽ ഇപ്പോൾ പ്രത്യാക്രമണം അനിവാര്യമായിരിക്കുകയാണെന്നും ഇറാൻ ഭരണകൂടം അറിയിച്ചു. ഗൾഫ് മേഖലയിലുടനീളം യുദ്ധം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ അതീവ ഗുരുതരമായ സുരക്ഷാ ഭീഷണിയാണ് നിലനിൽക്കുന്നത്. ഇറാന്റെ പ്രധാന നേതാക്കളെല്ലാം സുരക്ഷിതരാണ്. യുദ്ധം ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും ഇറാൻ പ്രതികരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ UN സുരക്ഷാ കൗൺസിൽ ഇടപെടണമെന്നാണ് ഇറാൻ ഇപ്പോൾ അടിയന്തരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ഗൾഫിലേക്ക് കൂടി പടർന്നതോടെ മറ്റൊരു ഭീതിയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. അതായത് എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഇറാൻ നടത്തുമോ എന്ന്. എണ്ണ വിതരണത്തെ പ്രതികൂലമായി ഇത് ബാധിക്കുമെന്നും അതുമൂലം എണ്ണവില കുതിച്ചുയരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്ത്. അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഇറാൻ ഇപ്പോഴും ലോകത്തിലെ മുൻനിര എണ്ണ ഉൽപാദന രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്താണ്. 1974 ഇറാനിലെ എണ്ണ ഉൽപാദനം പ്രതിദിനം 6 ദശലക്ഷം ബാരലായിരുന്നുവെന്നാണ് ഗ്ലോബൽ റിസ്ക് മാനേജ്മെന്റ് അനലിസ്റ്റ് ആർനെ ലോഹ്മാൻ വാർത്താ ഏജൻസിയായ AFPയോട് വെളിപ്പെടുത്തിയത്. ഒപെക്കിന്റെ കണക്കനുസരിച്ച് ഇന്ന് രാജ്യത്തിന്റെ എണ്ണ ഉൽപാദനം പ്രതിദിനം 3.1 ദശലക്ഷം ബാരലാണ്. ഉപരോധങ്ങൾ രാജ്യത്തെ എണ്ണ ഉൽപാദനത്തിന് തടസ്സമുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടും പ്രതിദിനം 1.3 ദശലക്ഷം മുതൽ 1.5 ദശലക്ഷം ബാരൽ വരെ എണ്ണ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇറാൻ. അതിൽ 80%-ലധികവും ചൈനയിലേക്കാണ് പോകുന്നത് എന്നാണ് ഓയിൽ അനലിസ്റ്റ് വ്യക്തമാക്കിയത്. അതിനാൽ ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങൾ ഗുരുതര സാഹചര്യങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാനിലെ എണ്ണപ്പാടങ്ങൾ, എണ്ണ ശുദ്ധീകരണശാലകൾ എന്നിവയ്ക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണം ലോകത്തിനൊരു വലിയ അളവിലുള്ള എണ്ണ ഉൽപാദന നഷ്ടമുണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ഗൾഫിലെ എണ്ണ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുമോ എന്നുള്ളതും ഒരു ഭീതിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയായിരിക്കും ഉടലെടുക്കാൻ പോകുന്നത്. ഇറാനിലെ എണ്ണ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടും ആശങ്ക നിലനിൽക്കുകയാണ്. US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് 2024 ഈ കടലിടുക്ക് വഴി പ്രതിദിനം ഏകദേശം 20 ദശലക്ഷം ബാരൽ എണ്ണ വിതരണം നടന്നിരുന്നു. ഇത് ലോകത്തിന്റെ മൊത്തം എണ്ണ ഉപഭോഗത്തിന്റെ ഏകദേശം 20% വരും. ഈ കടലിടുക്ക് വഴി ഗതാഗതം തടസ്സപ്പെടുന്നത് എണ്ണ വിതരണത്തെ ബാധിക്കും. ഇറാൻ ഈ കടലിടുക്ക് അടയ്ക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്.